ചില കസ്റ്റമേഴ്സ് സിംഗിൾ ഹാൻഡിൽസ് ചോദിക്കുന്നുണ്ട്. രണ്ട് മോഡലിലായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. രണ്ടിനും തമ്മിൽ ആകെപ്പാടെ വ്യത്യാസം. നമസ്കാരം, മാന്നാർ ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മാന്നാർ ക്രാഫ്റ്റിന്റെ ഏറ്റവും പുതിയ പ്രൊഡക്റ്റുകളിലൊന്നായ ബ്രോൺസ് ദോശത്തവയെ പറ്റിയാണ്. നിങ്ങൾ ഡ്യൂറബിൾ ആയിട്ടുള്ള, ടോക്സിക് ഫ്രീ ആയിട്ടുള്ള, ഇല്ലെങ്കിൽ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു ദോശത്തവയാണോ നിങ്ങൾ നോക്കുന്നത്? അങ്ങനെയാണെങ്കിൽ മാന്നാർ ക്രാഫ്റ്റിന്റെ ബ്രോൺസ് ദോശത്തവ അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആകുന്നു. നമുക്ക് ദോശത്തവ രണ്ട് മോഡൽസിലായിട്ടാണ് അവൈലബിൾ. ഇതുപോലൊരു സിംഗിൾ ഹാൻഡിലും ഇതുപോലൊരു ഡബിൾ ഹാൻഡിലും ആയിട്ടുള്ള ദോശത്തവയാണ്. രണ്ട് ദോശത്തവയ്ക്കും 11.5 ഇഞ്ച് തന്നെയാണ് ഇതിന്റെ ഡയമീറ്റർ വരുന്നത്. സിംഗിൾ ഹാൻഡിൽ ദോശത്തവ വരുമ്പോൾ ഏകദേശം ഒരു 2.6 kg ഇതിന്റെ വെയിറ്റ് വരുന്നത്. അതുപോലെ ഈ ഒരു ഡബിൾ ഹാൻഡിൽ ദോശത്തവ വരുമ്പോഴത്തേക്ക് ഒരു 2.8 kg ഒക്കെയാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. രണ്ടെണ്ണത്തിനാണെങ്കിലും ഹാൻഡിൽസ് നല്ല റിജിഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ചില കസ്റ്റമേഴ്സ് സിംഗിൾ ഹാൻഡിൽസ് ചോദിക്കുന്നുണ്ട്, ചിലർ ഡബിൾ ഹാൻഡിലാണ്. അതുകൊണ്ടാണ് നമ്മൾ രണ്ട് മോഡലിലായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ല ഹെവി ആയിട്ട് തന്നെയാണ് നമുക്കിത് ചെയ്തിരിക്കുന്നത്. നമ്മുടെ രണ്ട് ദോശത്തവ ആയിക്കോട്ടെ പ്രീ സീസൺഡ് ആണ്. ഒരു മൈൽഡ് ആയിട്ടുള്ള സോപ്പോ അല്ലെങ്കിൽ ഡിറ്റർജന്റോ ഒക്കെ യൂസ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളിത് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓൾറെഡി പ്രീ സീസൺഡ് ആയതുകൊണ്ട് സീസണിങ്ങോ കാര്യങ്ങളോ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ദോശ ഉണ്ടാക്കാവുന്നതാണ്. ചിലപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ അത് കഴിഞ്ഞാൽ ഇത് നോർമലി നിങ്ങൾക്ക് നല്ല സീസൺഡ്, നമുക്കിത് യൂസ് ചെയ്യുന്നതോറും ഇത് കൂടുതൽ സീസൺഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിത് ദോശ ആയിക്കോട്ടെ, പൊറോട്ട ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ചപ്പാത്തി ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കാനായിക്കോട്ടെ, ഇതുപോലുള്ള എന്ത് ഫുഡ് മെറ്റീരിയൽസ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എന്തെങ്കിലും ചെറിയതായിട്ടുള്ള ഇപ്പോൾ ഫിഷൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യണമെങ്കിലോ ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കോ ഗ്രില്ല് ചെയ്യണമെങ്കിലോ കാര്യങ്ങൾക്കോ ഒക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ബേസ് ഒക്കെ നല്ല ഫ്ലാറ്റ് ആണ്. നമുക്ക് ഒരു സ്റ്റൗവിലോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ ഫയർ വുഡിലോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ബ്രോൺസ് നമുക്ക് ഒരിക്കലും ഇൻഡക്ഷനിലോ ഓവനിലോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ നിങ്ങളിപ്പോൾ കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് നോർമൽ ഒരു ദോശത്തവ എങ്ങനെയാണോ ക്ലീൻ ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മൈൽഡ് ആയിട്ടുള്ള സോപ്പ് കൊണ്ട് നല്ല രീതിയിൽ കഴുകാവുന്നതാണ്. നിങ്ങളെപ്പോഴും കഴുകുമ്പോൾ ഓർക്കണം, ഇത് നല്ല ചൂടായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉടൻ തന്നെ എടുത്ത് വെള്ളത്തിലേക്ക് ഇടല്. അതുപോലെ തന്നെ ഇത് നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കി ഒരു ഡ്രൈ പ്ലേസിൽ, ഒരു മോയ്സ്ചർ കണ്ടന്റ് ഒന്നും ഇല്ലാത്ത പ്ലേസിൽ വേണം ഇതൊന്ന് പ്ലേസ് ചെയ്യാൻ വേണ്ടി. രണ്ടിനും തമ്മിൽ ആകെപ്പാടെ വ്യത്യാസം ഈ ഹാൻഡിലിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ ദോശത്തവ രണ്ടിലും ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ നിന്നോ ഇല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്തോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്.